ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് എന്ന് പറയുന്നത് നഗ്നമായ രാഷ്ട്രീയ വേട്ടയാടലാണ്. കോൺഗ്രസും BJPയും കൂടി നടത്തുന്ന ഒത്തുകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുന്നു. അതിനു മുമ്പ് ഹൈക്കമാൻഡ് നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ വേട്ടയാടുന്നില്ല, അദ്ദേഹത്തിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒത്തുകളി ദൃശ്യമായിരുന്നു. ആ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഒരു ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. കേജ്രിവാൾ എന്നുള്ള ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തീഹാറിലടയ്ക്കാൻ വേണ്ടി എങ്ങനെയാണോ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചത്, ഗൂഢാലോചന ചെയ്തത്, അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്നത്. പിണറായി വിജയൻ എന്നുള്ള നേതാവ് യഥാർത്ഥത്തിൽ തീയിൽ കുരുത്ത് അഗ്നിബാധയിലൂടെ മുന്നേറിയൊരു നേതാവാണ്. ഇതുപോലുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കി അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ കേരളത്തിലെ CPMനെ നയിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടി. അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാത്ത കഥകളില്ല. CBI കേസ് കൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടാൻ ശ്രമിച്ചു. എല്ലാ കോടതികളും ചവറ്റുകൊട്ടയിലെറിഞ്ഞ ലാവലിംഗ് കേസിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടി നമ്മൾ ഓർക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ വേട്ടയാടൽ എന്ന് പറയുന്നത് പിണറായി വിജയനെയോ CPMനെയോ തളർത്താൻ വേണ്ടിയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും BJPയുടെയും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തിയോടുകൂടിയും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ ഇടതുപക്ഷവും ശക്തിയുക്തം ഇതിനെ പ്രതിരോധിക്കും, ജനങ്ങളെ അണിനിരത്തും. ഇമാതിരി കള്ളക്കളികൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ റെയ്ഡിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ യജമാനന്മാരായ കോൺഗ്രസും BJPയും മനസ്സിലാക്കുന്നത് നന്ദി.